നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 6 ഞായറാഴ്ച കൊടകര സ്നേഹ മ്യൂസിയത്തിൽ ബാബുരാജ് സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല നടത്തി. വരന്തരപ്പള്ളി വിവേകാനന്ദ അക്കാദമി ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ആദ്യ ബാച്ചിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ നടന്നു. ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. വരവൂർ പിലാക്കോട് പനംകുറ്റി കുളത്തിന് സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, PJ സ്മിത, VB സിന്ധു, KA കുഞ്ഞുമോൾ, CK സന്ദീപ് കുമാർ, KN ജയപ്രകാശ്, MV ഉഷ എന്നിവർ സംസാരിച്ചു. കിഫ്ബിയുടെ 3.90 കോടി രൂപ ചിലവിലാണ് കെട്ടിടം യാഥാർത്ഥ്യമായത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിത കെട്ടിടത്തിൽ 3 നിലകളിലായി 18 മുറികളാണുള്ളത്. അതിൻ്റെ പ്രസക്തമായ കാതലായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 6 ഞായറാഴ്ച കൊടകര സ്നേഹ മ്യൂസിയത്തിൽ ബാബുരാജ് സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ നടക്കുന്ന ബാബുരാജ് സംഗീത സന്ധ്യ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്ററും എഴുത്തുകാരനുമായ MP സുരേന്ദ്രൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തും. തുടർന്ന് ഗായകരായ ശശി മേനോൻ, വർഗീസ് ജോൺ, ശ്രീനി പാലക്കൽ എന്നിവർ ബാബുരാജിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ ആലപിക്കും. സ്നേഹം, സൌഹൃദം, വിരഹം, വാത്സല്യം തുടങ്ങി വികാരങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഗാനങ്ങളിലൂടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതാകും സംഗീതാനുഭവം. സംഗീത സന്ധ്യയിലേക്ക് പ്രവേശനം സൌജന്യമായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ശശി മേനോൻ, ശ്രീനി പാലക്കൽ എന്നിവർ പങ്കെടുത്തു. കൊടകരയിലെ സ്നേഹ മ്യൂസിയവും വെള്ളിക്കുളങ്ങരയിലെ ശ്യാമ അക്കാദമിയും സഹകരിച്ചുകൊണ്ട് ഒരു സംഗീത സന്ധ്യ, ബാബുരാജ് സംഗീത സന്ധ്യ നടത്തുകയാണ്. അത് നാളെ ഒക്ടോബർ 6 തീയതി വൈകിട്ട് 5:30 മുതൽ 7:30 വരെയാണ് നടത്തുന്നത്. അദ്ദേഹം ഈണം നൽകിയ ഒട്ടനേകം ഗാനങ്ങളുണ്ട്. അതിൽ നിന്ന് സ്നേഹത്തിനും സൗഹൃദത്തിനും വാത്സല്യത്തിനുമൊക്കെ പ്രാധാന്യമുള്ള കുറേ പാട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് സംഗീതജ്ഞനായ ശശി മേനോൻ, ശ്രീനി പാലക്കൽ, വർഗീസ് ജോൺ എന്നിവരാണ് ആലപിക്കുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല നടത്തി. പഞ്ചായത്തിലെ കൃഷിഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അഭിലാഷ് NP, ഔസേബ് KR, ഷൈനി PI, KV ഉണ്ണികൃഷ്ണൻ, ശാന്തി ബാബു, ബിന്ദു മനോജ്, CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, EDO ജിതു AU എന്നിവർ സംസാരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ സെബി VA, റിസോഴ്സ് പേഴ്സൺ ആതിര R. നായർ, JSS പ്രോഗ്രാം സ്റ്റാഫ് വിന്യ VV എന്നിവർ ക്ലാസ് എടുത്തു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പല മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം ഈ 3.0 വ്യവസായ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആലോചന നടത്തിയിരുന്നു. നമുക്ക് ഈ അടുത്ത പ്രാവശ്യമാണെങ്കിൽ അത് നല്ല ഗംഭീരമായിട്ട് നടന്നു. ഒരു കോൺക്ലേവ് പോലെ നമ്മുടെ ഇവിടെ സംരംഭകരായിട്ട് രജിസ്റ്റർ ചെയ്ത് 2022-ലും 2023-ലൊക്കെ സംരംഭം തുടങ്ങി
വരന്തരപ്പള്ളി വിവേകാനന്ദ അക്കാദമി ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ആദ്യ ബാച്ചിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ നടന്നു. ലോക അധ്യാപക ദിനത്തിൽ നടന്ന ചടങ്ങ് വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ എ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവി അധ്യക്ഷത വഹിച്ചു. ആർ നിജ, രവീണ അംബരീഷ്, നിഷ രാജേഷ്, ആര്യ നന്ദൻ എന്നിവർ സംസാരിച്ചു. എന്ന് പറഞ്ഞ് എഴുതി വെക്കാത്ത ഏത് വേദിയിലും സദസ്സിലാണെങ്കിൽ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഞാൻ കയറിയിരിക്കും. കാരണം അത് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള പ്രിവിലേജാണ്. ഏത് വേദിയിലും റിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ വരിയിൽ ഒന്നാമത്തെ കസേരയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ഇന്ന് ഇതുപോലെ ചെറുതോ വലുതോ എന്നുള്ളത് എനിക്ക് പ്രസക്തിയില്ല. ഇവിടെ കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത് നവാഹ യജ്ഞത്തോടനുബന്ധിച്ച് ശനിയാഴ്ച സർവൈശ്വര്യ പൂജ നടത്തി. യജ്ഞാചാര്യൻ പള്ളിപ്പാട്ട് ശിവദാസൻ സ്വാമികൾ സർവൈശ്വര്യ പൂജയ്ക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. പുഷ്പം എടുക്കുമ്പോൾ ഓരോ പുഷ്പം എടുത്താൽ മതി. കൈ നിറച്ച് പുഷ്പം എടുക്കണ്ട, ഓരോ പുഷ്പം എടുത്താൽ മതി. ഇനി ഒരു പുഷ്പം എടുക്കുക. സർവവിഘ്നഹരം ദേവം. തൃക്കൂർ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ആദ്യ ബാച്ചിലെ 18 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. തൃക്കൂർ ശിവപ്രസാദ്, തൃക്കൂർ ജയകൃഷ്ണൻ എന്നിവരുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ പഞ്ചാരിമേളം അഭ്യസിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ചെയർ PIO MV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ജിഷ ഡേവിസ്, പ്രധാന അധ്യാപിക L ജസീമ, PTA പ്രസിഡന്റ് MM അജിത് എന്നിവർ സംസാരിച്ചു. അവരുടെ രക്ഷിതാക്കൾ അധ്യാപകരും ചേർന്ന് ഇതിനാവശ്യമായ എല്ലാ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ മേളകലാരംഗത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിച്ചത്. ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. വരവൂർ പിലാക്കോട് പനംകുറ്റിക്കുളത്തിനു സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിക്കുരുകിയ വൈദ്യുതി കെണിയിൽ തട്ടി ഷോക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തു നിന്നും ചത്ത നിലയിൽ കാട്ടുപന്നിയെയും കണ്ടെത്തി. കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടത്താണ് ഇരുവരും മരിച്ചുകിടന്നിരുന്നത്. വൈദ്യുതി സ്ഥാപിച്ചത് ആരാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുന്നംകുളം ACPയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുരിയാട് AUP സ്കൂൾ വിദ്യാർത്ഥികൾ പച്ചക്കറി കൃഷിത്തോട്ടം സന്ദർശിച്ചു. ആളൂർ സ്വദേശി എടത്താടൻ ഉണ്ണിയുടെ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടമാണ് സന്ദർശിച്ചത്. കൃഷി ചെയ്യാനും പരിപാലിക്കാനും വിളവെടുക്കാനുമുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ശിവരാമൻ കുട്ടികൾക്ക് ജൈവ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്ന വിഷയത്തിൽ സംസാരിച്ചു. പയർ, പടവലം, വെണ്ട, ചീര, പാവയ്ക്ക, മത്തൻ, കുമ്പളം, മുളക്, പീച്ചിങ്ങ, കോവ തുടങ്ങി വിവിധ തരത്തിലുള്ള പച്ചക്കറികളാണ് ജൈവ കൃഷിയിലൂടെ ഉണ്ണിച്ചേട്ടൻ തന്റെ കൃഷിസ്ഥലത്ത് വിളയിച്ചെടുക്കുന്നത്. ഹെഡ്മിസ്റ്റേഴ്സ് MP സുബി നേതൃത്വം നൽകി. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ പ്രീത V സ്വാഗതം ആശംസിച്ചു. രക്ഷിതാവ് TA അഗസ്റ്റിൻ നന്ദി അറിയിച്ചു. ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്, പള്ളി പോട്ടെ, അവിടെ വെച്ച് കിട്ടും. നമ്മൾ അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവൾ നമ്മുടെ ചെവിയൊക്കെ കുറച്ചു ഉയർന്ന് മുഖക്ക് ഒരു 5 കിലോ കൂടി ഇതേ രീതിയാവും നമുക്ക് വല്ല. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുരിയാട് ഹൈന്ദവ സമാജം ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി വിഭ ഗിരീഷ് ദീപപ്രജ്വലനം നടത്തി. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ M കൃഷ്ണകുമാർ അധ്യക്ഷനായി. മാനേജർ TK സതീഷ് സ്വാഗതം പറഞ്ഞു. വാഗ്മിയും എഴുത്തുകാരനുമായ കാബ സുരേന്ദ്രൻ മാതൃപൂജ സന്ദേശം നൽകി. വിദ്യാർത്ഥികളും അമ്മമാരും പങ്കെടുത്ത മാതൃപൂജയിൽ ബേബിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാതൃപൂജയെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭജനയും വ്യക്തിഗീതം, യോഗ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. കുമാരി നന്ദന കൃഷ്ണ കൃതജ്ഞത രേഖപ്പെടുത്തി. ക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി സുധീർ നായർ, പ്രിൻസിപ്പാൾ റോഷൻ P നായർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു.
MBBS പൂർത്തിയാക്കിയ യുവതിയായൊരു ഡോക്ടർ അവരുടെ കൂട്ടുകാരൻ്റെ ഒപ്പം ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു വീഴ്ത്തുകയും അവരുടെ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,120 രൂപ, പവന് 56,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 6 ഞായറാഴ്ച കൊടകര സ്നേഹ മ്യൂസിയത്തിൽ ബാബുരാജ് സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല നടത്തി. വരന്തരപ്പള്ളി വിവേകാനന്ദ അക്കാദമി ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ആദ്യ ബാച്ചിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ നടന്നു. ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. വരവൂർ പിലാക്കോട് പനംകുറ്റി കുളത്തിന് സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.